എന്ന് പറയുന്ന അമ്മ, തൻ്റെ പ്രിയപ്പെട്ട മാതാവാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിന് തിരിതെളിച്ചത്. സ്ത്രീ അകത്തളത്തിലിരിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് സ്വന്തം അമ്മയെ മുൻനിരയിൽ കൊണ്ടുവന്ന അമ്മ നിലവിളക്ക് കൊളുത്തി വെച്ച് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് തുടങ്ങി വെച്ച ഈ മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്ന് ചില ആളുകൾ കൈയടക്കിയിരിക്കുകയാണ്. അത് നേരായ വഴിയിൽ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു വലിയ ഭരണഘടനയുള്ളൊരു ജനാധിപത്യ രാജ്യം, മതേതരത്വം നിലനിർത്തുന്നൊരു ജനാധിപത്യം. ആ രാജ്യത്ത് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മുൻതൂക്കം നൽകി മന്നത്താചാര്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ജനാധിപത്യമില്ല, ഏകാധിപത്യമാണുള്ളത്. ചില തൽപര കക്ഷികൾ ഇരിക്കുകയും അവരെ ഭയന്ന് ജീവിക്കുന്ന കുറച്ച് ആജ്ഞാനുവർത്തികളും ഈ തൽപര കക്ഷിയും അജ്ഞാനുവർത്തികളുമാണ് ദേവദാരു വൃക്ഷത്തിലെ ഇത്തിൽ കണ്ണികൾ എന്ന് നമ്മൾ മനസ്സിലാക്കും. വളഞ്ഞ വഴിയിലൂടി ശക്തിയായി സംഘടിച്ചു വരുന്ന വലിയ പ്രസ്ഥാനത്തെ നായർ സർവീസ് സൊസൈറ്റിക്ക് എതിരായിട്ടല്ല ഈ പുസ്തകവും ഈ യോഗവും. ഒരു പദവിയിലിരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ഒരാളൊരു ഉന്നത പദവിയിൽ, അതായത് മന്നത്താചാര്യൻ എന്ന കസേരയിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ച് ചിന്തിക്കണം. ആരിരുന്ന കസേര എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും ഇരിക്കാവുന്ന കസേരയല്ല. ആർക്കും ഇരിക്കാവുന്ന തോന്നിയിട്ടുണ്ട്, ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക്. ഏത് കനകസിംഹാസനത്തിൽ ഏത് ശുനകനും കയറിയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ പെരുമാറരുത്. കാരണം കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മയെങ്കിലും വേണം. ശുനകനാണെന്നുള്ള ഓർമ്മയില്ലെങ്കിലും കനകസിംഹാസനമാണ് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണ്. ഞാനായാലും നിങ്ങളായാലും എല്ലാവർക്കും നല്ല. ഇരിക്കുന്നത് കനകസിംഹാസനത്തിലാണ്. സ്വന്തം കൊച്ചുമകൾക്ക് ജോലി നിഷേധിച്ച സ്ഥലത്ത് ഒരാൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് മാത്രം 43 പേരെ നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലിക്ക് വെച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി. അഴിമതിയിൽ 2 പണമിടപാട്. അഴിമതി എന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന 2 വിധത്തിലാണ്. ഒന്ന് സ്വജനപക്ഷപാതമാണ് പ്രധാനമായിട്ട്. ഏറ്റവും വലിയ അഴിമതി NSSൽ നടക്കുന്നു എന്ന് പറയാൻ കാര്യം സ്വജനപക്ഷപാതമാണ്. ഒരു കുടുംബത്തിൽ നിന്നും 43 പേരെ NSSൽ നിയമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരാൾ ചോദിച്ചു, എന്താണ് NSS, എന്താണ് ഈ കാണിക്കുന്നത്? NSS എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങിയില്ല? ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ തൂപ്പ് ജോലിക്ക് കയറാൻ പോലും യോഗ്യതയുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ് NSS മെഡിക്കൽ കോളേജ് തുടങ്ങാത്തത്. അല്ലാതെ NSSന് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടോ NSSന് ആംബിയർ ഇല്ലാത്തതുകൊണ്ടോ അല്ല. ലോകം ഓടുകയാണ്. എന്താണ്? പുതിയൊരു യുഗത്തിലേക്ക് വന്നു. നമ്മളെല്ലാവരും എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? IT രംഗത്തേക്ക് വന്നു. IT പാർക്കുകൾ സ്ഥാപിക്കുന്നു. IT രംഗത്ത് വലിയ വളർച്ച ഉണ്ടാക്കുന്നു. പഠിത്തം, അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തുന്നു. അങ്ങനെയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അനേകായിരം പ്രമുഖ വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സമുദായത്തിൽ ജനിച്ചവർ IT രംഗത്തൊക്കെ പ്രമുഖരുണ്ട്. അവരുടെ ഉപദേശം തേടിക്കൊണ്ട് ഒരു IT പാർക്ക് തുടങ്ങി. അവിടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ, യുവതി യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ ഒരിക്കലും NSS ശ്രമിച്ചില്ല. പകരം ചായക്കട തുടങ്ങിക്കൊള്ളാനാണ് പറയുന്നത്.